വിഷ്ണു, ഈ സംഭവങ്ങൾക്കെല്ലാം കാരണം ഈ അഡ്മിനിസ്ട്രേറ്റർക്കെതിരായ നിലപാടുകളാണ്, അവരുടെ പ്രതിഷേധമാണ്. പതുക്കെ പതുക്കെ പ്രാർത്ഥനായജ്ഞം അതിലേക്ക് പോകുന്നു. പ്രാർത്ഥനായജ്ഞം നടന്നുകൊണ്ടിരിക്കുമ്പോൾ വൈദികരെ അവിടെ നിന്ന് മാറ്റാൻ ശ്രമിക്കുന്നു പോലീസ്. വലിയ സംഘർഷം. ഇപ്പോഴും സമവായത്തിന് ഒരുക്കമല്ല ഇരു കൂട്ടരുമല്ല. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം മാധ്യമപ്രവർത്തകരുമായ ഒരു സംഘർഷത്തിലേക്ക് ഈ അൽമായ മുന്നേറ്റം മാറി എന്നുള്ളതാണ്. അതായത് ഈ ആളുകളെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി അവർ പോലീസ് അകത്തേക്ക് കടന്നിരുന്നു. ആ ഘട്ടത്തിലാണ് മാധ്യമപ്രവർത്തകരുമായി ഒരു വാക്കേറ്റം ഉണ്ടാകുകയും പിന്നീട് സംഘർഷത്തിലേക്ക് പോവുകയും ചെയ്തത്. ചില മാധ്യമപ്രവർത്തകരെ ഉന്തുകയും തള്ളുകയും ചെയ്തിരുന്നത്. ഇപ്പോൾ മാധ്യമപ്രവർത്തകരെ ആക്രമിച്ച രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഒരാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ക്യാമ്പ് ഓഫീസിലേക്ക് മാറ്റുകയാണ്. നിലവിൽ നേരത്തെ ഉണ്ടായിരുന്നത് ഈ വൈദികരും അതോടൊപ്പം തന്നെ അൽമായ മുന്നേറ്റം സഭാ നേതൃത്വമുള്ള പ്രതിഷേധമാണെങ്കിൽ ഇപ്പോൾ അത് മാധ്യമപ്രവർത്തകർക്ക് നേരെ ഈ അൽമായ മുന്നേറ്റം മാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർ പറയുന്ന രീതിയിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. പക്ഷേ അത് നിരസിച്ചതിനാണ് ഇത്തരത്തിൽ മാധ്യമപ്രവർത്തകർക്ക് നേരെ കയ്യേറ്റ ശ്രമം ഉണ്ടായത്. നിലവിൽ ഒരാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ബാക്കി ആളുകളെ കണ്ടാൽ അറിയുന്ന ആളുകൾക്കെതിരെ നടപടി ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നിലവിൽ അല്പസമയത്തിനകം തന്നെ നേരത്തെ അറസ്റ്റ് വലിക്കരിക്കാം എന്ന് പറഞ്ഞ വൈദികരെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം അവർ ഇങ്ങോട്ട് കൊണ്ടുപോകും എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടുള്ള 100ഓളം വൈദികരുണ്ടാകും. അതിനിടയിലാണ് ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിനിടയിലാണ് മാധ്യമപ്രവർത്തകർക്ക് നേരെ ഈ അൽമായ മുന്നേറ്റത്തിന്റെ കയ്യേറ്റ ശ്രമം ഉണ്ടായത്. സ്മിത, വിഷ്ണു, ഇത് രാവിലെ മുതൽ നമ്മൾ കൃത്യമായി അതത് സമയങ്ങളിൽ ഈ വാർത്ത നൽകുന്നുണ്ട്, എല്ലാ മാധ്യമങ്ങളും തന്നെ നൽകുന്നുണ്ട്. അതിലിപ്പോൾ ആ പ്രതിഷേധത്തിൻ്റെ കാരണങ്ങൾ, അവർ മുന്നോട്ട് വയ്ക്കുന്ന സമവായത്തിനുള്ള ചില പോയിന്റ്സ് ഒക്കെ തന്നെ നമ്മൾ പറഞ്ഞു. ഈ സമവായ ചർച്ചകൾ നടക്കുന്നത് പറഞ്ഞു. കളക്ടർ പറഞ്ഞതിന് ശേഷം അവർ പതിയെ പതിയെ ആ സംഘർഷത്തിന് ഒരു അയവ് വന്നു ഒരു സമയത്ത്. അത് കഴിഞ്ഞ് വീണ്ടും സംഘർഷം വലിയ രീതിയിൽ പോകുന്നു. ഇതൊക്കെ കൃത്യമായി പറയുന്നുണ്ട്. പിന്നെ എന്താവശ്യപ്പെട്ടിട്ടാണ്, എന്താണ് ആ വിഷയം? അവിടെ മാധ്യമപ്രവർത്തകർക്ക് നേരെ ഒരു കയ്യേറ്റം ഉണ്ടാകാനുള്ള കാരണം എന്താണ്? നിലവിൽ ഇവർ രാവിലെ മുതൽ പറയുന്നത് ഈ വൈദികരെ അകത്ത് കയറ്റണം എന്നാണ്. പക്ഷേ സഭാ നേതൃത്വം അത് അംഗീകരിച്ചിട്ടില്ല. അത്തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ആ ചർച്ച ഒരു പരാജയം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. പക്ഷേ ഇവർ പറഞ്ഞ മറ്റൊരു കാര്യം അംഗീകരിച്ചത് അറസ്റ്റ് ചെയ്യണം എന്ന കാര്യം പോലീസ് അംഗീകരിച്ചിട്ടുണ്ട്. അത് ആ കാര്യം അംഗീകരിച്ചപ്പോൾ അറസ്റ്റിലേക്ക് നടക്കുന്നു അല്ലെങ്കിൽ കടക്കാൻ പോകുന്നു പോലീസ് എന്ന വാർത്തയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പോലീസ് അടക്കം ഈ ബസിലിക്ക പള്ളിയിലേക്ക് 21 വൈദികരിക്കുന്ന ബസിലിക്ക പള്ളിയിലേക്ക് മൂവ് ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് നമ്മൾ ചെന്നത്. ആ ഘട്ടത്തിലാണ് അൽമായ മുന്നേറ്റത്തിന്റെ ഭാഗത്ത് നിന്ന് മാധ്യമപ്രവർത്തകർക്ക് നേരെ ഒരു മോശം കയ്യേറ്റ ശ്രമം അടക്കം ഉണ്ടായത്. ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകരടക്കം കയ്യേറ്റം നടത്താനുള്ള ശ്രമം ഉണ്ടായി. നിലവിൽ ആ കയ്യേറ്റം നടത്താൻ ശ്രമിച്ച ഒരാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കൂടുതൽ പേരെ കസ്റ്റഡിയിൽ എടുക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് അവർ പറയുന്നതനുസരിച്ച് റിപ്പോർട്ട് ചെയ്യുക, ഏകപക്ഷീയമായി റിപ്പോർട്ട് ചെയ്യുക എന്ന് നിർബന്ധം പിടിക്കുകയായിരുന്നു. വസ്തുതകൾ അല്ലെങ്കിൽ സഭാ നേതൃത്വത്തിന്റെ വിശദീകരണമോ അക്കാര്യങ്ങളോ ഒന്നും പറയരുത്, മറിച്ച് ഞങ്ങൾ അൽമായ മുന്നേറ്റം എന്താണോ പറയുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ മാത്രം റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു അവരുടെ ആവശ്യം. അത് നിരാകരിച്ചതിനാണ് ഈ മാധ്യമപ്രവർത്തകന് നേരെ ആ കയ്യേറ്റം അടക്കം ഉണ്ടായത്. സ്മിത, വിഷ്ണു, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്, ബാരിക്കേഡ് വെച്ച് തള്ളിക്കയറുന്ന പ്രതിഷേധക്കാരെ ബാരിക്കേഡ് വെച്ച് തടയുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. പക്ഷേ ആ ബാരിക്കേഡ് അങ്ങോട്ട് പ്രതിഷേധക്കാർ തന്നെ നീക്കിക്കൊണ്ടുപോകുന്നുമുണ്ട്. ഇതിപ്പോൾ വലിയ സംഘർഷത്തിലേക്ക് വൈകുന്നേരമാകുന്നു. നാളെ നേരത്തെ വൈദികർ തന്നെ സൂചിപ്പിച്ച പ്രകാരം ഞായറാഴ്ചയാണ്, കുർബാനയുണ്ട്. അതൊക്കെ തന്നെ വലിയൊരു സംഘം വിശ്വാസികൾ ഞായറാഴ്ചകളിൽ അങ്ങോട്ടേക്ക് എത്തുന്നതാണ്. അപ്പോൾ ഈ കുർബാന ഉൾപ്പെടെ തടസ്സപ്പെടുന്ന, പ്രതിസന്ധിയിലാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ? ഇപ്പോഴും ഈ ഒരു സമവായത്തിന് യാതൊരു സാധ്യതയും കാണുന്നില്ല. സ്ഥിത സമവായത്തിനുള്ള സാധ്യതകളൊന്നും തന്നെ കാണുന്നില്ല. ഇത് കൂടുതൽ കലുഷിതമായി മുന്നോട്ട് പോകും. കാരണം ഇപ്പോൾ വൈദികർ അറസ്റ്റ് വലിക്കരിക്കുമ്പോൾ സ്വാഭാവികമായും നാളത്തെ കുർബാന നടപടികൾ അടക്കം വലിയ പ്രതിസന്ധിയിലാകും. ഒട്ടേറെ പള്ളിയിലെ വികാരി അച്ഛന്മാരും അതോടൊപ്പം തന്നെ അവരുടെ താഴെയുള്ള അച്ഛന്മാരും ഒക്കെയാണ് ഈ വൈദിക സമിതിയിലുള്ളത്. അപ്പോൾ അവരെല്ലാവരും 100-ലധികം വരുന്ന വൈദികരായിരിക്കും അറസ്റ്റ് വലിക്കരിക്കുക. അപ്പോൾ അവരെങ്ങോട്ടേക്ക് കൊണ്ടുപോകും എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു ധാരണ എത്തേണ്ടിയിരിക്കുന്നത്. അവർ ജാമ്യം എടുക്കുന്നില്ല എന്നൊരു തീരുമാനം അവർ പറയുകയും ചെയ്തിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ നാളത്തെ പള്ളിയിലെ നടപടിക്രമങ്ങളിലൊക്കെ ഒരു പ്രതിസന്ധി ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ അത് കൂടുതൽ പ്രതിഷേധങ്ങൾക്ക് പോകും. ഇത് എത്ര സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും സഭാ നേതൃത്വം വിഷയത്തിൽ ഇടപെടുന്നില്ല എന്നൊരു പ്രതിഷേധം അവർ രേഖപ്പെടുത്തുന്നുണ്ട്. അത് ആ പ്രതിഷേധങ്ങളൊക്കെ അവർ രേഖപ്പെടുത്തി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ സഭാ നേതൃത്വം സ്വീകരിക്കുന്ന നിസ്സംഗത അടക്കം നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ അത് മാത്രം അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. അൽമായ മുന്നേറ്റവുമായി ബന്ധപ്പെട്ടുള്ള ഞങ്ങളുടെ ചർച്ചയുമായി ബന്ധപ്പെട്ടോ ഞങ്ങൾ സ്വീകരിക്കുന്ന നിലപാടുകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പറയേണ്ടതില്ല, ഞങ്ങൾക്ക് അനുകൂലമായി മാത്രം സംസാരിക്കുക എന്ന തരത്തിലുള്ള പ്രയോഗങ്ങളൊക്കെ അവരുടെ ഭാഗത്തുനിന്ന് വന്നു. അത് ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ മാധ്യമപ്രവർത്തകർക്ക് നേരെ കയ്യേറ്റം ഉണ്ടായത്. സ്മിത.
വിഷ്ണു, നമ്മുടെ പ്രേക്ഷകരൊക്കെ തന്നെ കൂടുതൽ പേരും പറയുന്നത് ഇത് ദൗർഭാഗ്യകരമായ സംഭവമാണ്, ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഏകീകൃത കുർബാനയെ ചൊല്ലി ഒരു കുറേ കാലമാണെങ്കിൽ ഭൂമി തർക്കത്തെ കുറിച്ച്, ഭൂമി ഇടപാടുകളിലുണ്ടായ പ്രശ്നങ്ങളിൽ അതിലുള്ള പ്രതിഷേധം വേറൊരു കാലത്ത് അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ ഇത് അഡ്മിനിസ്ട്രേറ്റർക്കെതിരെ സഭയുടെ നിയമങ്ങൾ അനുസരിച്ചല്ല നിയമനങ്ങളൊക്കെ തന്നെ നടത്തുന്നത്. അപ്പോൾ ആ രീതിയിൽ അഡ്മിനിസ്ട്രേറ്റർ വേണ്ട, മാറ്റണം എന്നുള്ള രീതിയിലുള്ള പ്രതിഷേധമാണ് നടക്കുന്നത്. ഇപ്പോൾ ഏറ്റവും പുതുതായി വന്ന വിവരമനുസരിച്ച് മാർ ജോസഫ് പാംപ്ലാനി അഡ്മിനിസ്ട്രേറ്ററായി എത്താനുള്ളൊരു സാധ്യതയുണ്ട്. പക്ഷേ എന്നിട്ടും ഈ സംഘർഷങ്ങൾക്ക് അയവ് വരുന്നില്ല. ഇന്ന് രാവിലെ വൈദികരെ മാറ്റുന്നു, അതിനുശേഷം അപ്പോൾ തുടങ്ങിയ പ്രതിഷേധമാണ്. അത് പല പല കാരണങ്ങളാൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സമവായ ചർച്ചകൾക്ക് വീണ്ടും സാധ്യതയുണ്ടോ? ജില്ലാ കളക്ടർ അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടം ഇതിൽ ഇടപെടുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ പോയിട്ടും കാര്യങ്ങൾക്കൊരു അവസാനമില്ല എന്നുള്ളത് കഷ്ടമാണ്. അതാണ് നമ്മുടെ പ്രേക്ഷകർ പറയുന്നത്. വിഷ്ണു, ഭരണകൂടം വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഇന്ന് പ്രാഥമികമായി ADMന്റെ നേതൃത്വത്തിൽ ചർച്ച നടന്നെങ്കിലും ആ ചർച്ച അത്ര ഫലപ്രദമായി ആ ചർച്ച വർക്കായിട്ടില്ല. ആ ഒരു പശ്ചാത്തലത്തിൽ നാളെ കളക്ടറുടെ ചേംബറിലാണ് ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത്. സഭാ നേതൃത്വത്തിന്റെ ആരെങ്കിലും പങ്കെടുക്കുമോ എന്ന് അറിയില്ല. എന്നാൽ അൽമായ മുന്നേറ്റവും അതോടൊപ്പം തന്നെ വൈദിക സംരക്ഷണ സമിതിയിലെ സെക്രട്ടറിമാരും ഒക്കെ ഈ ചർച്ചയിൽ പങ്കെടുക്കും. അവർ ആ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകും. അതായത് വൈദികരെ അകത്ത് കയറ്റണം എന്നുള്ള ആവശ്യത്തിലൊരു തീരുമാനം നാളെ കളക്ടറുമായി നടക്കുന്ന ചർച്ചയിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് അവർ പങ്കുവെക്കുന്നത്. അത്തരത്തിലൊരു തീരുമാനം കളക്ടറുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ സഭാ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ലെങ്കിൽ ഈ പ്രതിഷേധം തുടരും. ഇതിനിടയിലാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ബോസ്കോ പുത്തൂർ ഈ രാജ്യ സന്നദ്ധ അറിയിച്ചു, അല്ലെങ്കിൽ താൻ ഈ സ്ഥാനത്ത് നിന്ന് ഒഴിയാൻ സന്നദ്ധ അറിയിച്ചു എന്ന കാര്യം പറഞ്ഞത്. പക്ഷേ അതിനിടയിൽ ഇവർ തന്നെ പറയുന്നു ഈ പ്രശ്നം, അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാതെ ആളെ മാറ്റുന്നത് കൊണ്ട് ഒരു ഗുണവുമില്ല. നേരത്തെ ബോസ്കോ പുത്തൂറിനെ നിയോഗിച്ചത് അല്ലെങ്കിൽ അതുമായി സഭാസ്ഥാനത്തിപ്പോഴും സംഘർഷം തുടരുകയാണ്. സമവായ ചർച്ചകൾ ADMന്റെ നേതൃത്വത്തിൽ നടന്നു, അത് ഒന്നും തന്നെ ഫലവത്തായില്ല. വിഷ്ണു സുരേഷാണ് നമുക്ക് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.